റിസിപ്റ്റ് എൻട്രി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ലാബ് എൻട്രിയാണ്. ലാബ് എൻട്രി സ്ക്രീനും സിമിലർ ഫങ്ഷനാലിറ്റിയാണ്. ന്യൂ എഡിറ്റ്, ഡിലീറ്റ്, സെർച്ച്, സേവ്, എക്സിറ്റ്. ഇതിൽ നിങ്ങൾക്ക് പുതിയ ബാച്ചുകൾ ക്രിയേറ്റ് ചെയ്യാം, എക്സിസ്റ്റിംഗ് ബാച്ച് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ബാച്ച് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ നോക്കൂ, ആദ്യത്തെ 2 റോ ചെക്ക് ഹോൾഡിൻ്റെ എൻട്രിയാണ്. അതിനുശേഷം ഓരോ ഐറ്റംസും പെയർ ഓഫ് ഐറ്റം, സാമ്പിൾ വെയിറ്റ് ഒക്കെ എൻ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന FAE16 എന്ന് പറയുന്ന കോഡാണ്. അത് ഈ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഈ 16ൽ 1 ഓട്ടോമാറ്റിക്കായിട്ട് 2 റോ അത് ക്രിയേറ്റ് ചെയ്യും. അതിൽ സാമ്പിൾ വെയിറ്റിൻ്റെ വെയിറ്റ്, ബിറ്റിൻ്റെ വെയിറ്റ് കാണിക്കും. ഇവിടെ സാമ്പിൾ വെയിറ്റ് എൻ്റർ ചെയ്യും. ഇത് ഇനീഷ്യൽ വെയിറ്റ് ആണ്. ഫൈനൽ വെയിറ്റ് അടുത്ത കോളത്തിൽ എൻ്റർ ചെയ്യും. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫൈനസ് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ്. അതേപോലെ അടുത്ത സാമ്പിൾ വെയിറ്റിൻ്റെ ഫൈനൽ വെയിറ്റും എൻ്റർ ചെയ്യും. അപ്പോൾ ഇത് 2 ഐറ്റത്തിൻ്റെയും ഫൈനസ് ആവറേജ് ചെയ്ത് 933.4 ആണ് ഫൈനൽ ആവറേജ്. ഇത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സർട്ടിഫിക്കറ്റ് ജനറേറ്റർ ആണ്. സർട്ടിഫിക്കറ്റ് ജനറേറ്ററിന് ഫൈൻ റിപ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ അടിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ 16th ഐറ്റം വന്നിട്ടുണ്ട്. അത് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഫൈനസ് എല്ലാം ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കത് സേവ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാം. പ്രാവശ്യം PDF ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇത് ഒരു കസ്റ്റം ഫോർമാറ്റാണ്. ഓരോ ക്ലയൻറ്റിനും അവരുടെ ഇഷ്ടമുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ടെസ്റ്റ് നമ്പർ വന്നിട്ടുണ്ടാവും. അതേപോലെ അതിൻ്റെ ആവറേജ് വന്നിട്ടുണ്ടാവും.